ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? ഉത്തരം: രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസം എഴുതിയതാര്? രാമചന്ദ്രവിലാസം എഴുതിയതാര്? ഉത്തരം: അഴകത്ത് പത്മനാഭൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം: കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലത എഴുതിയതാര്? ഉത്തരം: അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഉത്തരം: ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതിയതാര്? ഉത്തരം: ഒ ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം: വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയതാര്? ഉത്തരം: വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരളം മലയാളികളുടെ മാതൃഭൂമി, ഒന്നേക്കാൽ കോടി മലയാളികൾ എന്നീ പുസ്തകങ്ങൾ എഴുതിയതാര്? ഉത്തരം: EMS നമ്പൂതിരിപ്പാട്. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? ഉത്തരം: മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? ഉത്തരം: മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ആത്മകഥയാണ്. കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം: കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിന്റെ കർത്താവാര്? ഉത്തരം: തോപ്പിൽ ഭാസി. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയതാര്? ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയതാര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലബാർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം: വില്യം ലോഗൻ. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ഇത് ആരുടെ പുസ്തകമാണ്? ഉത്തരം: മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ. നിയോഗം എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം: ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല. മലേഷ്യയിൽ 5 ദിവസം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം: CH മുഹമ്മദ് കോയ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ? ഉത്തരം: മാർത്താണ്ഡവർമ്മ. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം: അറബിപ്പൊന്ന്. ആശയഗംഭീരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാര്? ഉത്തരം: കുമാരനാശാൻ. സംസ്ഥാന കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാര്? വള്ളത്തോൾ നാരായണമേനോൻ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: P കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ചോദ്യം: കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയതാര്? ഉത്തരം: ഇരയിമ്മൻ തമ്പി. ദാർശനിക കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: G ശങ്കരക്കുറുപ്പ്. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം P.N. പണിക്കർ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം കുമാരനാശാന്റെ വീണപൂവ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവിയാര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. P.N. പണിക്കരുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. P.N. പണിക്കർ മരണപ്പെട്ടത് എന്നാണ്? 1995 ജൂൺ 19. S.K. പൊറ്റക്കാടിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം? 1980. S.K. പൊറ്റക്കാടിന് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. മിഠായി തെരുവ് പശ്ചാത്തലമാക്കി S.K. പൊറ്റക്കാട് എഴുതിയ കൃതി ഏത്? ഉത്തരം ഒരു തെരുവിൻ്റെ കഥ. S.K. പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഏതാണ്? ഉത്തരം എൻ്റെ വഴിയമ്പലങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. P.N. പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ്? ഉത്തരം സനാതനധർമ്മം വായനശാല. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം. സത്യജിത്ത് A, നൈതിക ബിജു, മുഹമ്മദ് ഷെഫീൻ, അർഷയ് ദേവ്, ആദിൽ, നിഹാൽ, അമൃത KV, ഹാദിയ ഹിസ, അലേഖ ലക്ഷ്മി, അനുഗ്രഹ P. രാജ് എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.